എല്ലാവർക്കും നമസ്കാരം. ശരിക്കും സ്വാഗതമല്ല ഞാൻ ചെയ്യേണ്ടത്, ഞാൻ കുറേ പേരോട് നന്ദിയായിരുന്നു പറയേണ്ടത്. ഈ സിനിമ ഏകദേശം കുറച്ച് നാളുകളായി നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പല കാരണങ്ങളും പല തടസ്സങ്ങളും എല്ലാം നേരിട്ടത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പക്ഷെ ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമ നിങ്ങളുടെ കയ്യിലെത്തും. ഈ സിനിമയിൽ അത്രയ്ക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട നായിക ഈ സിനിമ ഇറങ്ങാതെ ഇത്രയും നാളും വേറൊരു സിനിമ ചെയ്യാതെ കാത്തിരുന്നത്. അതിനാദ്യം തന്നെ അണിയോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ശരിക്കും ആനന്ദിനി കഥയുമായിട്ട് വരുമ്പോൾ എനിക്ക് ആനന്ദിനിയിൽ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആനന്ദിനി വന്നതിന് ശേഷമാണ് ആനന്ദിനി എന്നോട് പറയുന്നത്, ഞാൻ എബ്രൽ ഷൈൻ്റെ അസിസ്റ്റൻ്റായിട്ട് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഈ സിനിമയുടെ തുടക്കം അങ്ങോട്ട് പോകുന്നത്. ഏതായാലും ഈ സിനിമ ഇവിടെ എത്തിക്കാൻ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ സാരഥികളായ ടിപ്പുവിനോടും ഷിയാസിനോടും ഒരുപാട് കടപ്പാടുണ്ട്. അവരെ ഇതിലോട്ട് എത്തിച്ച ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷമിയോടൊരു കടപ്പാടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തുള്ളത് എത്തിക്കാൻ എന്നെ സഹായിച്ച അരുണുണ്ട്, ഹനാനുണ്ട്, അതുപോലെ ഡ്രീം ബിഗിൻ്റെ സുജിത്തേനുണ്ട്, പിന്നെ എൻ്റെ എല്ലാമായ ഗുഡ്വിൽ ജോബിച്ചേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഈ സിനിമ ഇവിടെ എത്തിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചാണ്. ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കൂടെ എന്നുള്ളതാണ് കണ്ണൻ താമരക്കുളം. എല്ലാവരും ഇവിടെ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അതിലേറ്റവും കൂടുതൽ സന്തോഷം വിനയൻ സാറും ലാൽജു സാറും ഇവിടെ എത്തിയതെന്നുള്ളതാണ്. വിനയൻ സാർ എപ്പോഴും എന്നെ വിളിച്ച് ഈ സിനിമയുടെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ റിലീസ് തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത് വിനയൻ സാറിനെയാണ്. പിന്നെ ഇതെനിക്കിപ്പോൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ കൂടെ ആത്മാർത്ഥമായി കട്ടയ്ക്ക് നിൽക്കുവാൻ വേണ്ടി ഷാഹുൽ അമീദിക്ക വന്നതോടുകൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ നിങ്ങളുടെ മുന്നിലോട്ട് ധൈര്യപൂർവ്വം എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും ഹൃദയം തന്നെ നന്ദിയും എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സ്വരാജൻ ജില്ലയിൽ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈസ് ഓൺ ദ വേ. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നു. സോ മഞ്ജു ബാദുഷാൻ, ഷാഹുൽ ഹമീദ് രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഭയങ്കര ഔപചാരികമായി പോകും മഞ്ജു ബാദുഷാ, ഷാഹുൽ ഹമീദ് എന്നൊക്കെ പറയുമ്പം ഷാഹുൽ ഖാൻ, മഞ്ജു ചേച്ചി, ദാറ്റ് വിൽ ബി ഗുഡ് അല്ലേ? അതാണ് കുറച്ചുകൂടെ ഞങ്ങൾക്ക് എളുപ്പം. ഞങ്ങൾക്ക് കേൾക്കട്ടെ, അതായിരിക്കും നല്ലത്. സോ എനിക്ക് തോന്നുന്നു ആദ്യം ആരിൽ നിന്ന് തുടങ്ങണം? പ്രൊഡ്യൂസർ മഞ്ജു ബാദുഷയിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കാരണം ഇത്രയും നാള് നമുക്കറിയാവുന്ന മഞ്ജു ബാദുഷ എന്ന് പറയുന്നത് ബാദുക്കയുടെ അല്ലെ ദ ബെറ്റർ ഹാഫ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്, പ്രിയപ്പെട്ട ഭാര്യ. ആൻഡ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ പരിവേഷം വന്നിരിക്കുകയാണ്. സോ എവിടെയായിരുന്നു മഞ്ജു ചേച്ചി ഇത്രയും നാൾ? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല, നല്ല ടെൻഷനാണ്. പിന്നെ ഏഞ്ചൽ ചോദിച്ച പോലെ ഇത്രയും നാൾ എവിടെയെന്ന് ചോദിച്ചാൽ ഇത്രയും നാൾ ബാദുവിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപടി മുന്നോട്ട്, അതാണ് റേച്ചൽ എന്ന സിനിമ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ക്ഷണിച്ച വിശിഷ്ട വ്യക്തികൾ, അതുപോലെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സിനിമ റിലീസാവുകയാണ് 6-ാം തീയതി. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും. അധികമൊന്നും പറയാറില്ല, പേടിയാ. താങ്ക് യു വെരി മച്ച് മഞ്ജു ചേച്ചി. ആൻഡ് ഓക്കെ, ഷാഹുൽക്ക് എന്തെങ്കിലും ഇടവാക്കി സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ പ്ലീസ്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്ന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഞ്ജു ബാദുഷയുടെ കൂടെയും ഇങ്ങനെ ഒരു പടം നിർമ്മിക്കാൻ ഇതോടൊപ്പം ചേരാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഒരു വ്യവസായ മേഖലയിൽ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സിനിമയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്, മറ്റല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോൾ അതിന് എനിക്ക് കടപ്പാട് ബാദുഷയോട് മാത്രമാണ്, വേറെ ആരോടും ഇല്ല എന്ന് തന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാം.
ഒരുപാട് സന്തോഷം. ഇതൊരു വലിയ വളരെ വളരെ തുടക്കമാവട്ടെ. വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു വലിയ ഇനിയും കൂടുതൽ തുടക്കമാവട്ടെ. കൂടുതൽ നല്ല പടങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അതിനെന്നെ സപ്പോർട്ട് സംഭവിക്കട്ടെ. ചെയ്ത മഞ്ജു ബാദുഷയോടും ഇതിന്റെ ക്രൂ മെമ്പേഴ്സിനോടും എല്ലാവരോടും വളരെയധികം നന്ദി. താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. സോ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് കൂടി ഈ വേദിയിൽ ആശംസിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് അല്ലെ, നമുക്ക് ഒരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താനെയാണ് ഞാൻ അടുത്തതായിട്ട് വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒത്തിരി സ്നേഹത്തോടും നല്ലൊരു കൈയടിയോടും കൂടെ തന്നെ ലെറ്റ് മീ വെൽക്കം ആനന്ദിനി ബാല ഓൺ സ്റ്റേജ്. നമ്മളുടെ റേച്ചൽ എന്ന സിനിമയുടെ ഡയറക്ടർ. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. So first of all, welcome Anandini and congratulations. അല്ലെ ഒരു വലിയ സ്വപ്നം അല്ലെ യാഥാർത്ഥ്യമാകാനായിട്ട് പോവാണ്. അസിസ്റ്റന്റ് ആയിട്ട് വന്നു, അസോസിയേറ്റ് ആയി, ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നതിനോടൊപ്പം what do you feel right now? ഈ ഒരു മൊമെന്റിൽ എന്താണ് ആനന്ദിനിക്ക് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം, അതിൻ്റെ കൂടെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട്. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദി. എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ബാദുകയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഷൈൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കൂടുതലൊന്നും എനിക്കങ്ങനെ പറയാനില്ല. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. So I think Anandini getting a little bit emotional right now. അല്ലെ, ഒരു വലിയ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ, ഒരു സന്തോഷ കണ്ണുനീരോടെ ആനന്ദിനിയുടെ മുഖത്ത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു വൻ വിജയമായി തീരട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ആനന്ദിയിൽ നിന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോ വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. യെസ്, ഒരു കൈയടിയൊക്കെ കൊടുക്കാം. എക്സാക്ട്ലി. താങ്ക് യു സോ മച്ച്. Thank you everyone, thank you very much. And നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ മഞ്ജു ബാദുഷ ആൻഡ് ഷാഹുൽ ഹമീദ് അവർ രണ്ടുപേരുമാണ് വേദിയിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മുടെ കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ജേർണിയിൽ എപ്പോഴും ത്രൂ ഔട്ട് കൂടെ ഉണ്ടാവുന്ന ഒരാളാണ്. അപ്പം ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ റീച്ചൽ എന്ന സിനിമയുടെ ഡയറക്ട് പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ രാജൻ ചെറിയിൽ അദ്ദേഹത്തെ നല്ലൊരു കൈഡിയോട് കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ് മീ വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. ഓക്കെ, ഓൾറെഡി നമ്മളുടെ രാജൻ ചെറിയിൽ അദ്ദേഹവും വേദിയിലേക്ക് എത്തിച്ചേർന്നു. ആൻഡ് റേച്ചൽ എന്ന സിനിമ ഒരു ചെറുകഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരു കഥയാണ് എന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടു. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. രാഹുൽ മണപ്പാട്ടാണ് നമ്മളുടെ കഥ. എബ്രിഡ് ഷെയ്ൻ ആൻഡ് രാഹുൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രതീക്ഷകളോട് കൂടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ വേണം റേച്ചലിനെ പറയുവാനായിട്ട്. അപ്പം തീർച്ചയായിട്ടും റേച്ചലിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ അതിലെ അഭിനേതാക്കൾ കൂടി വന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് നമ്മുടെ സിനിമയിലെ അഭിനേതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച് ഞങ്ങളുടെ കൂടെ ഇപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി തന്നെയുള്ള ബാബുരാജ്, അതായത് നല്ലൊരു കൈയടിയോട് കൂടി തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. So ladies and gentlemen, please put your hands together and welcome Mr. Baburaj on stage. So ബാബുരാജേട്ട ഒരു വലിയ നമസ്കാരം. ആൻഡ് ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഞങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം എന്താണ് ബാബുരാജേട്ടൻ ഈ മൊമെന്റിൽ ഞങ്ങളോട് പറയാനുള്ളത്? ആദ്യമായി എല്ലാവർക്കും എൻ്റെ വളരെ ഹൃദയത്തിൽ തൊട്ട എന്താ പറയണ്ടത്, എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദിയും
രേഖപ്പെടുത്തുകയാണ് ആദ്യമായിട്ട്. കാരണം ഇതൊരു നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ സിനിമയുടെ കഥ വന്ന ആനന്ദിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ചു പോയത് കൊണ്ട് ഭരതൻ സാറിൻ്റെ ഒക്കെ ഒരു താഴ്വാരം മൂഡിലുള്ള ഒരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന് അങ്ങനെയാണ് ഉടനെ ബാദുഷ രംഗത്ത് വരുന്നത്, മഞ്ജു രംഗത്ത് വരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ആ ഭയങ്കര ചൂടില് അതങ്ങനെ നീണ്ടു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സിനിമ കഴിയുന്നു. അതിനുശേഷം പിന്നെ എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ ഫോൺ എടുക്കാതെയായി, ഉത്തരം പറയാതെയായി. ഞാൻ ഹണിയോട് ചോദിക്കും എന്താണ്. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജോജി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയാ ഒരു 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 അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എല്ലാവരും കുട്ടിയും ഭാര്യയും ഒക്കെ ഉള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത്. ഇപ്പൊ ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിലെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന ഈ കഥാപാത്രം. കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അദ്ദേഹത്തിന് അമ്മായിയമ്മയുണ്ട്, പണിക്കാരുണ്ട്, ഡ്രൈവറുണ്ട്, അതുണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറാണ്. അതോടൊപ്പം തന്നെ ആനന്ദിനി ആദ്യം വന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിനി ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു എന്താ പറയാ ഈ നമ്മൾ ട്രെയിലറിൽ കാണുന്നതിന്റെ അപ്പുറമുള്ള ഒരു സിനിമ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെ 4, 5, 6 പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ കൂടാതെ ടേക്കൊക്കെ പോയ സംഭവങ്ങളുണ്ട്. അതുപോലെയുള്ള അപ്പൊ അവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു. പിന്നെ എൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇതൊരു 3 കാലഘട്ടമാണ്. അതൊക്കെ ചെയ്യാൻ കിട്ടാന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പൊ വിനയൻ സാറും ലാൽ ജോസവും അദ്ദേഹമൊക്കെ ഇവരുടെ മുമ്പിലുണ്ട്. കാരണം ഞാൻ എത്രയോ സിനിമകൾ ഇവരുടെ കൊച്ചു കൊച്ചു വേഷങ്ങളായിട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 ഗെറ്റപ്പ് കിട്ടുക. അതിൽ ആദ്യം കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പോയി തിരിച്ചു വരുന്നു. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട്, ഇറച്ചിവെട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് ഞങ്ങള് അഭിനയിച്ചു. ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങള് വിട്ടുവീഴ്ച ചെയ്ത ഒരു സിനിമ. ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു. അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷനെ ചോദിച്ചപ്പോ ബാദുഷ പറഞ്ഞൊരു മറുപടി എനിക്ക് ഇഷ്ടമായി. ചേട്ടാ ഈ ഓണം പച്ചക്കറിയുടെ സമയമല്ല ചേട്ടാ, നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം, ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാം. അപ്പൊ ഞാൻ വെച്ചത് തമാശയായിട്ട് പറയണായിരിക്കും. നോക്കുമ്പോ ഡിസംബർ 6 വന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ സിനിമ കാണാം. അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാനന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു സിനിമ തിയേറ്ററിൽ ഓടാതിരിക്കട്ടെ, സിനിമ ഒരു നല്ല സിനിമയാണ്. പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെ ജോബി ചേട്ടൻ അറിയാം, ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാകാനുള്ളൊരു ഭാഗ്യം കൂടി ദൈവം കൊടുത്താൽ ഈ പടം നല്ല നിലയിൽ എത്തുമെന്നുള്ള കാര്യത്തിന് അതും കൂടി വേണം. ഒരു 60% ഭാഗ്യമാണല്ലോ സിനിമ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 60% ഭാഗ്യവും 40% കഴിവും 10% കയ്യിലിരിപ്പും. ഈ 10% കയ്യിലിരിപ്പിന്റെ കൊള്ളില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ 60% ഭാഗ്യത്തിൽ മഞ്ജു പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും വളരെ സന്തോഷം. സിനിമ വിജയിക്കട്ടെ. ഇതുപോലുള്ള സിനിമകളാണ് നമുക്ക് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഭരതൻ സാറിന്റെ താഴ്വാരം എന്നുള്ളൊരു സിനിമയുടെ ഒരു മൂടാണ് എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം പച്ചയായ മനുഷ്യർ, അവരുടെ വികാരം, അവരുടെ പ്രതികാരം, ഇതെല്ലാമാണ് ഈ സിനിമയിൽ കൂടെ ഇവർ പറയാൻ ആഗ്രഹിച്ചത്. ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരാളുടെ പേര് കൂടി ഇതിനകത്ത് പറയണം, എബ്രിഡ് ഷൈൻ. തീർച്ചയായിട്ടും ഇതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എബ്രിഡ് ഷൈൻ പ്രസൻസ് അദ്ദേഹത്തിന്റെ എല്ലാ
നോട്ടങ്ങളും ഈ സിനിമയിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇപ്പം ബാബുരാജേട്ടൻ പറഞ്ഞ പോലെ ഓണത്തിനാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ക്രിസ്മസിലേക്ക് വന്നു. പക്ഷെ ഒരു തമിഴിലൊരു വലിയ ഡയലോഗ് ഉണ്ട്, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമെന്ന് നോക്കാം. അല്ലല്ല, ഞാനൊരു കാര്യം പറയാൻ പറ്റും. ഈ പടം എത്ര വൈകിയാലും, കാരണം ഇത് കാലഘട്ടമാണ്, 70 കാലഘട്ടമാണ്. എത്ര വൈകിയാലും അത്രയും നല്ലതായി സിനിമയ്ക്ക്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവർ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു ആനന്ദിനിയുടെ. എനിക്ക് തോന്നുന്നത് മുൻകൂട്ടി കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ 2028 കണ്ടാലും 30 കണ്ടാലും ഫ്രഷാണ് സംഭവം. എപ്പോ ഇറങ്ങിയാലും സിനിമ എന്തായാലും ഫ്രഷ് ആയിട്ട് തന്നെയുള്ള ഒരു പടമാണെന്നാണ് പറയുന്നത്. സോ എനിവേ താങ്ക് യു വെരി മച്ച് ഏട്ടാ, താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്തതായി നമ്മുടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള 3 ആർട്ടിസ്റ്റുകളെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ഒരുമിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ഹൃദയം നിറഞ്ഞ് നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. വിനീത് തട്ടൽ, ബൈജു എഴുപുന്ന, ജോജി കെ ജോൺ. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് അവർ 3 പേരെയും ഈ ഒരു വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബൈചേട്ടൻ, ജോജി ചേട്ടൻ ഒരുപാട് സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്തു. ഞങ്ങൾക്ക് ചേട്ടനെ അനിയനെ ഒരുമിച്ച് കാണാൻ പറ്റിയിട്ട് അതൊരു വലിയ സന്തോഷമാണ്. ജോജിക്ക് ശേഷം ഇപ്പം ബാബുരാജേട്ടൻ പറഞ്ഞു, ജോജിക്ക് ശേഷം കിട്ടുന്ന ഒരു വലിയ കുടുംബചിത്രമാണ്. പക്ഷെ ആ ജോജിയിലെ ചേട്ടനെ അനിയനെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ജോജി ചേട്ടൻ എന്താണ് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ഷൈൻ സാറിന്റെ കോള് എന്നെ തിരികെ എത്തുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. എന്നെ കണ്ടാൽ വളരെ മാന്യനായിട്ട് തോന്നുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ സിനിമകളിലും എനിക്ക് മാന്യതയുള്ള ഒരു വേഷമായിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു ഉഴപ്പൻ ക്യാരക്ടറാണ് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. സിനിമ കാണാൻ എന്നതുപോലെ തന്നെ എൻ്റെ കഥാപാത്രത്തെയും ഞാൻ നോക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഉഴപ്പനായിട്ട് ഞാൻ തന്നെ, എന്നോടൊപ്പം ബൈജു ചേട്ടനുമുണ്ട്, ഞാനും ബൈജു ചേട്ടനുമാണ് കൂട്ടുകാര്. നമ്മുടെ ബാബുരായേട്ടൻ്റെ ഐഡിയൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട്. ജോജിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. എന്തായാലും ടീമിന് വലിയ വിജയാശംസകൾ. ചിത്രം വലിയ ഒരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്, ഗംഭീര സിനിമയാണ്. താങ്ക്സ് ടു അപ്ഡേഷൻ, ആനന്ദിനി ആൻഡ് ബാദു, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും. എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ജോജി പറഞ്ഞ പോലെ പടം ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ കൈ കെട്ടിയ 2 പൊട്ടിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. 2 ഡിഫറെൻറ്റ് ലുക്കുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ മൊത്തം. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. സോ നമ്മളുടെ വിനീത് തട്ടിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുക്കാൻ കേട്ടോ, നല്ലൊരു കൈയടിയോട് കൂടെ തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വിനീതേട്ട ഒരു വലിയ നമസ്കാരം. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് ഒന്ന് എല്ലാവരും ലെഫ്റ്റിലേക്ക് ഒന്ന് നീങ്ങി നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. താങ്ക് യു എവരി വൺ, താങ്ക് യു വെരി മച്ച്. സോ റേച്ചൽ എന്ന സിനിമ ഡിസംബർ 6 പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു കഥാപാത്രം എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആനന്ദിനി ബാല ഡയറക്ടർ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്ടർ എനിക്കിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അതിശയം അത് കാണുമ്പോഴായിരുന്നു. പിന്നെ ഇത് ബാബുവേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു. സന്തോഷം. താങ്ക് യു. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഈ ഒരു വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നത് വെരി സ്റ്റൈലിഷ് റോഷൻ. നല്ലൊരു കൈ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഈ ചിത്രത്തിൽ ഹണി റോസിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിട്ടുള്ള വൈകക്കുട്ടിയെ ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാറ്. കുരുന്നാണ് കേട്ടോ. അപ്പോൾ ഒരു കൈയടികൾ നമുക്ക് കൊടുക്കണം. കാരണം വളർന്നു വരുന്ന ഒരു വലിയ കലാകാരിയാണ്. ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് എമ്മ, ഏറ്റവും ചെറിയ പ്രായം ചെയ്തിട്ടുള്ള എമ്മയാണ്. എനിക്ക് തോന്നുന്നു എമ്മ ഈസ് എ വെരി ഭയങ്കര കുഞ്ഞുകുട്ടിയാണ്. അവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. ആൻഡ് എപ്പോഴും നമ്മളുടെ കൂടെ നമ്മൾ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പൗരി ചേച്ചിനെ നല്ലൊരു കൈഡിയോട് കൂടെ തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
പൗളി ചേച്ചി ഒരു വലിയ നമസ്കാരം, ഒത്തിരി സന്തോഷം. ആൻഡ് റോഷൻ, വെൽക്കം ടു യു. ആൻഡ് വൈഗ, ഹലോ, ഹായ്, ഹാപ്പി അല്ലേ? ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഈ ഒരു വേദിയിലെ സീനിയർ ആയിട്ടുള്ളവരുടെ കൂടെ ഒക്കെ നിൽക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. സോ ഐ തിങ്ക് റോഷൻ നമുക്ക് വൈകിന്ന് തുടങ്ങാം അല്ലേ? ആള് ഭയങ്കര സന്തോഷത്തോടും എക്സൈറ്റ്മെന്റോടും കൂടെ വേദിയിൽ നിൽക്കാണ്. സോ വൈഗ എന്താ പറയാനായിട്ടുള്ളത്? സോ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. റേച്ചൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു അവസരം തന്ന അനന്തിനി മാമിനും ഷൈൻ സാറിനും എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിലും ഒക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യാനൊക്കെ പറ്റിയത്. താങ്ക്സ് ടു മാം. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവരും റിലീസായാൽ പോയി കാണണം. താങ്ക് യു. താങ്ക് യു വൈഗ. സോ ആദ്യ മൂവി തന്നെ ഒരു വലിയ വിജയമായി തീരട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് വൈഗ കുട്ടിക്ക് സാധിക്കട്ടെ എന്ന വിഷയമാണ് കേട്ടോ. താങ്ക് യു. യെസ്, താങ്ക് യു വെരി മച്ച്. ആൻഡ് റോഷനിൽ തുടങ്ങാല്ലേ? അപ്പോൾ ചേച്ചി റോഷൻ പറയട്ടെ. ഓക്കെ, അപ്പോൾ റോഷൻ പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ബാദക്കയോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നത്. കാരണം ബാദക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനൊരു പരിപാടിയുണ്ട്. ആനന്ദിനി മാം എന്ന് പറയുന്നൊരു പുതിയ ഒരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്. എന്നെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറഞ്ഞൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയിൽ നിന്ന്, അതായത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു ബ്രേക്ക്, അതായത് നെക്സ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ. അപ്പം അതുപോലൊരു റോളാണ്. അപ്പോൾ ഈ സമയത്ത് ഷൈൻ ചേട്ടനും ബാദകക്കും ആനന്ദിനിക്കും ഒരുപാട് നന്ദി. അപ്പം സിനിമ December 6 റിലീസാവാണ്. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. എല്ലാവരും കാണാം. താങ്ക് യു. താങ്ക് യു റോഷൻ, താങ്ക് യു വെരി മച്ച്. ആൻഡ് പൗളി ചേച്ചി, ആ ഒരു ചിരിയോട് കൂടെ ഞങ്ങളോട് എന്ത് വിശേഷമാണ് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. നല്ല സിനിമ, റേച്ചലിൻ്റെ ഒരു നല്ല കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വേഷം ചെയ്യാൻ പറ്റി. എനിക്കും ഭയങ്കര സന്തോഷം അവരുടെ കൂടെ ഭാഗമാക്കാൻ സാധിച്ചതിൽ. എല്ലാം നല്ല രീതിയിലായിരുന്നു. ഒരു സമാധാനമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ നമ്മുടെ അനന്തിനി വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും എല്ലാം കൂടി കൊണ്ടിട്ട് വിഷമിച്ച്, എന്നാലും ഒരു തലയിലൊരു തുണി പോലും ഇടാണ്ട് ഇങ്ങനെ നിന്ന്, എന്നാലും അത് ചെയ്യാനായിട്ടുള്ള ആ വ്യഗ്രത, ഞാൻ പലപ്പോഴും വിളിച്ച് മെസ്സേജൊക്കെ എഴുതും, ചോദിക്കും എന്താ സിനിമ വരാത്തത്, സിനിമയ്ക്ക് എന്താണ് ഇത്ര താമസം വന്നു പോയി, നമ്മുടെ നല്ലൊരു സിനിമയാണല്ലോ, അത് വന്നിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട്. വരും ചേച്ചി, വരും, കുറച്ച് താമസമൊക്കെ ഉണ്ടെങ്കിലും വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം ഒരു നല്ല സിനിമ നമുക്ക് കാണാനുള്ളത് വരാത്തതിലുള്ളൊരു സങ്കടം. അപ്പൊ നമ്മൾ അഭിനയിച്ച ആൾക്കാർക്കുള്ളതിനേക്കാളും അതിന്റെ പ്രൊഡ്യൂസേഴ്സിനും അതിന്റെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് എന്തോരം വിഷമിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ഓർക്കും. കാരണം നമ്മളൊരു വർക്ക് ചെയ്തതിന്റെ ഒരു പരമാവധി നല്ല രീതിയിൽ ചെയ്തിട്ട് അത് വരാതിരിക്കുമ്പോഴുള്ള തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് നല്ലതാണോ ചെയ്തു തരാമെന്ന് ആര് പറയും, എങ്ങനെയായിരിക്കും പ്രതികരിക്കണം എന്നുള്ള ഒരു പ്രയാസം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് കവിയുടെ ഈ വേഷം വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ചെയ്ത അപ്പൻ എന്ന സിനിമയിൽ അഭിനയിച്ച രാധിക വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കിട്ടിയ റോളുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് December 6 എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് സന്തോഷിക്കുക, മറ്റുള്ളവരോട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് ഇനിയുള്ള സന്തോഷം. പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു പൗളി ചേച്ചി, താങ്ക് യു വെരി മച്ച്. അപ്പം പൗളി ചേച്ചി പറഞ്ഞ പോലെ തന്നെ അടുത്ത് നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള രാധികയാണ്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം രാധിക ഓൺ സ്റ്റേജ്. റേച്ചൽ എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രാധിക വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് വെൽക്കം യു രാധിക. ഒരുപാട് സന്തോഷം. ഇവിടെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം, ആനന്ദിനിയുടെ ആ ഒരു എഫേർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു സിനിമയിലും ഒരു ശക്തമായ ഒരു കഥാപാത്രമാണെന്നാണ് ഇപ്പൊ പൗളി ചേച്ചിയുടെ വാക്കുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ അതിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാമോ? ആനന്ദിനിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോ കഥ പറഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം, ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അധികം ക്യാരക്ടേഴ്സ് വരില്ല. ഇപ്പൊ ഫീമെയിലിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. പിന്നെ സിനിമയെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴും വർക്ക് ചെയ്തപ്പോഴും മൊത്തത്തിൽ ഈ സിനിമ ഒരു ഭയങ്കര രസമുള്ളൊരു കഥയാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ ആനന്ദിനിയോട് എപ്പോഴും ഇങ്ങനെ പറയും, ഫിലിം ബൈ ആനന്ദിനി ബാല, നമുക്കത് കാണണ്ടേ. സോ അങ്ങനെ കുറെ
കാലത്തിന്റെ ഒരു കാത്തിരിപ്പിന് ശേഷം ഫിലിം ബൈ ആനന്ദിനി ബാല December 6th റിലീസ് ആവുകയാണ്. മൊത്തം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഒരു 40-45 ഡേയ്സ് ഭയങ്കര രസമായിരുന്നു. ഹണിയുടെ കൂടെയായിരുന്നു എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. ആൻഡ് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു എന്താ ക്യാരക്ടറായിരുന്നു. ആൻഡ് വളരെ നന്നായിട്ട് വരുമെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷ. എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, ആ ഒരു പ്രതീക്ഷ സത്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് റേച്ചൽ എന്ന സിനിമ ചെയ്യുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ടീസറിലൊക്കെ ഞങ്ങൾക്ക് ഇതുവരെ കാണാത്ത ഒരു നായികയാണ് ഞങ്ങളുടെ മുൻപിലേക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ നായിക ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ജവാലെ ഒരാളെ മിസ്സിംഗ് ആണല്ലോ എന്ന് എല്ലാവരും ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഭാവത്തോടു കൂടി മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്ന The Very Loving ഹണി റോസിന് നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. I would like to welcome the very loving, the very gorgeous ഹണി റോസ് on stage. ഞങ്ങളുടെ പ്രിയപ്പെട്ട റേച്ചലിനെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹണി റോസ് റേച്ചൽ. സോ വെൽക്കം. ഹണി എന്ന് വിളിക്കണോ റേച്ചൽ എന്ന് വിളിക്കണോ ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് ആക്ച്വലി. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ടീച്ചറിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈവൻ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒന്നിനോടൊന്ന് വളരെ ഭംഗിയായിട്ടുള്ള പോസ്റ്റേഴ്സിലാണ് ഞങ്ങൾ ഹണിയെ കണ്ടിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു മൊമെന്റ്? വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം December 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു 10-20 വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ്. അദ്ദേഹമാണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ആൻഡ് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇതിലേക്കും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിനി തന്നിരിക്കുന്നത്. ആൻഡ് ഹോൾ ക്രൂ, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റു ആർട്ടിസ്റ്റുകൾ, ഇവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക. അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലേയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റേച്ചൽ. ആൻഡ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് എബ്രിഡ് ഷൈൻ സാർ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മാതൃക, അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു റീസൺ. അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയോടൊപ്പം മഞ്ജു ചേച്ചി ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന പേരുകൾ. ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത്. ഇനി December 6 പടം വരികയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. ഇനി ആരുടെയെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റേച്ചലിന്റെ ഹോൾ ക്രൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളൊരു ലേഡിയാണ്, ആൻഡ് നമ്മുടെ ഡയറക്ടർ ആൻഡ് ഒരു ക്യാരക്ടർ. പക്ഷേ സ്ത്രീ എന്നതിനോടുപരി ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണെന്ന് ഓൾറെഡിയാണ് ഞാനിപ്പോൾ പറയുകയുണ്ടായി. ആൻഡ് സിനിമയിലേക്ക് കൈപിടിച്ച് തന്ന ഗുരുവിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് അഭിമാനം കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു കഥയിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്നുകൂടെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ പറഞ്ഞില്ലേ 10-20 വർഷമായിട്ടും ഇപ്പൊ മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും.
അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണം എന്നില്ല. വരുന്നതിൽ നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിൻ്റെ ഒരു വലിയൊരു പാഷനാണ്. അപ്പം ഈ ഒരു സിനിമ വന്നപ്പം ഈ ഒരു സിനിമ, എൻ്റെ സ്റ്റോറി ലൈൻ, എൻ്റെ ഒരു കഥാപാത്രം, പിന്നെ ആനന്ദിനിയെ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ. ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്ത് വേണം എന്നുള്ളത്. ആക്ടേഴ്സിൽ നിന്നായാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ്. ദൈവം നമുക്കൊരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പോൾ. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിഗ്നേച്ചറായി മാറാൻ റീച്ചലിന് സാധിക്കട്ടെ എന്ന് തന്നെ വേദിയിൽ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റ്സിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ റീച്ചൽ എന്ന സിനിമയുടെ വിനയൻസർ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ബഹുമാനത്തോടും ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടെയാണ് ഇത് ലഭിച്ചത്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ 2005 ബോയ് ഫ്രണ്ട് വിനയൻ സാറിന്റെ മൂവി വരുന്നത്. അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ ഇത്രയും വർഷമായിട്ടും എനിക്ക് തോന്നുന്നില്ല സാർ എൻ്റെ ഒരു സിനിമയുടെ ഒരു ചടങ്ങിന് വന്നിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ടൈമാണ് അത് സംഭവിക്കുന്നത്. 2025 റീച്ചലിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്പം സാറിനെ ഒത്തിരി ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവിധ സ്നേഹ ബഹുമാനത്തോടും കൂടി തന്നെ വിനയൻ സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാവർക്കും താഴേക്ക് ഇരുന്ന് നമ്മളുടെ ട്രെയിലർ കാണാൻ അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അടി എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നോ അതോ സാറിന്റെ ഇവിടെ നിൽക്കുന്നോ താഴേക്ക് ഇറങ്ങണോ? യോ വിഷ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റീച്ചൽ എന്ന ചിത്രത്തിന്റെ ഡിസംബർ 6 റിലീസ് ആവാൻ പോകുന്ന റീച്ചൽ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. സോ Sir, please kindly take the center of the stage, please. Viren sir ne സെൻറ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം എന്താണ് ഈ ഒരു ട്രെയിലർ കണ്ട് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം സാർ തന്നെ സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷയിലൊക്കെ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. നന്നായിരിക്കുന്നു. ഹണിയുടെ ഇങ്ങനെയൊരു പെർഫോമൻസ് ഇത്രയും നന്നായിട്ട് ഒരു സീരിയസ് ഫിലിമാണ് അല്ലേ എനിക്ക് തോന്നുന്നു റീച്ചൽ. അത് 6-ാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാലു മഞ്ജു ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇറക്കുന്നൊരു പടമാണ്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ബാലു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്. അനുഭവം അതാണ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയൊരു സീറ്റ് ഉണ്ടാകട്ടെ. എനിവേ ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു സിനിമ, ഒരു ഫാമിലി. പിന്നെ ഞാൻ ഒത്തിരി വാത്സല്യത്തോടെ കാണുന്ന ബാബുരാജാണേലും വൈജുവാണേലും ഒത്തിരി പേര് എനിക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബാദു, മഞ്ജു, ഷാബുൽ ഹമീദ്, രാജൻ, നിർമ്മാതാക്കളോടാണ്. നിങ്ങളാണ് ഈ റിസ്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ആനന്ദിനെ കണക്കുള്ള ഫ്രഷ് ഡയറക്ടർക്ക് വലിയ അവസരം കൊടുത്തിരിക്കുന്നു. ഹണിയെ പറ്റി പറയുകയാണെങ്കിൽ 2005 എനിക്ക് തോന്നുന്നു, അതിനു മുമ്പ് 2002-ലോ 2003-ലോ ആണ് പൃഥ്വിരാജിൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് ഹണിയുടെ വീട്. ഹണിയുടെ അച്ഛനും ഹണിയും കൂടി മാടപ്പറമ്പിൽ എന്ന അതിപ്പോഴുണ്ടെന്ന് തോന്നുന്ന ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ്. നായികയാകണം മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയായിട്ടിൻ്റെ അന്നത്തെ ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായിട്ട്. അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാനും വെള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം, മണിക്കുട്ടനെ ഹീറോ ആക്കാം, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ഫാദർ വരുന്നതും. അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത്. സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യാമണി തൊട്ട് പ്രിയാമണി തൊട്ട് ഒത്തിരി പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണി പറയും എൻ്റെ സമയമാകുന്നേ ഉള്ളൂ സാർ. കാരണം ഇന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു 10 സിനിമ ചെയ്താൽ കിട്ടുന്നതിൻ്റെ
കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി. അതിന് യാതൊരു സംശയമില്ല. നല്ല കാശ് മേടിക്കുന്ന നടിമാര് 10 സിനിമയിൽ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, സിനിമ ചെയ്യണം, സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ. ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത്, അല്ലേ? ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. ശിവായിലുള്ള കല്യാണ സുഹൃത്തി, അനുരാഗ് കൊട്ടാരം, അങ്ങനെയുള്ള പടം ചെയ്ത്, ഹൊറർ പടം നഗരി ആകാശകന്യം ചെയ്ത്. പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് മനസ്സിലേക്ക്, അതായത് കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആവും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അതിൻ്റെ സന്തോഷം ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സോ ഹണി റോസിന് തിരിച്ചുണ്ടെങ്കിലും മറുപടി സാറിനോട് പറയാനായിട്ടുണ്ട് ഈ ഒരു മൊമെന്റിൽ. സാറിനോട് എപ്പോഴും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി ഞാൻ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഇവിടെ പറയുമ്പോൾ ഭയങ്കര ഫോർമൽ ആവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. അഭിനയൻ സാർ സ്റ്റേജിൽ തന്നെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാനായിട്ട് രണ്ടുപേരും സ്റ്റേജിൽ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. കാരണം നമ്മളുടെ ട്രെയിലർ ലോഞ്ചിന് പുറമെ ഇന്ന് നമ്മൾ ഓഡിയോ ലോഞ്ചോടെ ഇന്നത്തെ ഈ ഒരു ദിവസം നിർവഹിക്കാനായിട്ട് പോവുകയാണ്. സോ അതിനുവേണ്ടി ഇന്നത്തെ ദിവസം വിശിഷ്ട സാന്നിധ്യമായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള അതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ആദ്യമായി തന്നെ ഒത്തിരി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ അദ്ദേഹത്തെയാണ് ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നല്ലൊരു കൈഡിയോട് കൂടെ തന്നെ ക്ഷണിക്കുകയാണ്. And also I would like to welcome the director, Shri Kannan Thamarakulam, കണ്ണൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ I would like to welcome the director, പ്രജിത് സാർ. പ്രജിത്തേട്ടൻ്റെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. അപ്പം അതൊക്കെ വിളിക്കാൻ പറയുക, ഈ വലിയെന്ന് പറയാൻ പറ്റില്ല, സ്റ്റേജിലേക്ക് വരുമോ? പ്രജിത്തേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രജിത്തേട്ടൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ആൻഡ് ഒപ്പം തന്നെ ഈ ഒരു വേദിയിലേക്ക് ഡയറക്ടറായിട്ടുള്ള ശ്രീ രതീഷ് അബ്ബാണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. I would like to welcome സലാം ബാപ്പു സർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ശ്രീ ബിനു വെള്ളത്തൂവൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. May I request to everyone kindly please take the center of the stage if you don't mind. സെന്ററിലേക്ക് നിൽക്കാമോ എല്ലാവരും ഒന്ന്? താങ്ക് യു വെരി മച്ച്. ആൻഡ് വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഡയറക്ടർ ഷിജു അരൂർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. I would like to welcome him onto the stage. ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഡ്രീം ബിഗ് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാരഥി സുജിത് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഓവർസീസ് എടുത്തിട്ടുള്ള പാർട്ട്ണർ സൈബർ സിസ്റ്റം ജോമോൾ ഷിബു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ജോമോളിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ജോമോൾ. സ്റ്റേജിലേക്ക് കടന്നു വരാനായിട്ട് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു. And also I would like to welcome our special guest സാഹിൽ. സാഹിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഒരു വേദിയിലേക്ക് I would like to welcome ഡോക്ടർ ഷിബു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. And also, Rachel എന്ന സിനിമയുടെ നമ്മളുടെ വെരി 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 ലവിംഗ് ഡയറക്ടർ ആൻഡ് ഓൾസോ ദ പ്രൊഡ്യൂസേഴ്സ് അവരെ 3 പേരെയും ആനന്ദിനെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
I would like to welcome Anand Nirmala, Manju Badshah, Shahul Hamid and Rajan Cherail on stage. And വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ റേച്ചൽ എന്ന ചിത്രത്തിൽ പാടിയിട്ടുള്ള ശ്രീകുമാർ വാകയൽ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. റേച്ചൽ എന്ന ചിത്രത്തിന്റെ DOP സ്വരൂപ് ഫിലിപ്പ് സ്വരൂപേട്ടനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. And I would like to welcome Director Pramod Pappan. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ പ്രമോദ് പപ്പൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ഇത്രയും മനോഹരമായ ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ ഒരു ട്രെയിലർ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ എഡിറ്റർ ഡോൺ മാക്സ് അദ്ദേഹത്തെ വേദിയിലേക്ക് നിറഞ്ഞൊരു കൈയടിയോട് കൂടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രെയിലറാണ് നമ്മളുടെ മുന്നിൽ പ്രേക്ഷകരിലേക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഡോൺ മാക്സ്. ആൻഡ് റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിനാണ്. സോ ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ പ്രിയപ്പെട്ട സാരഥി ജോബി ചേട്ടൻ നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സോ ഒരുപാട് അതിഥികൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഓഡിയോ ലോഞ്ചിങ് സെറമണിയിലേക്കാണ് അല്ലേ? കണ്ണിറച്ച് കാണാനായിട്ട് സ്റ്റേജ് നിറച്ച് ഗസ്റ്റുകളാണ്. ഒരുപാട് സന്തോഷവും അഭിമാനവുമുള്ള ഒരു ഓഡിയോ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഓഡിയോ ലോഞ്ചിങ് സെറമണി ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ആർട്ടിസ്റ്റുകളെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ബഹുമാനത്തോടു കൂടി നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബാബുരാജ് ഏട്ടൻ, അതുപോലെ തന്നെ രാധിക, പിന്നെ തട്ടിൽ, ജോജി കെ ജോൺ, ബൈച്ചു വീടുമുന്ന, വൈഗ, പോളി ചേച്ചി, എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് എത്തിച്ചേരാം. നമ്മുടെ ഈ ഒരു സിനിമയുടെ വലിയ ഭാഗമായിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്, ആരായിരിക്കും ഓഡിയോ ലോഞ്ചിങ് സെറമണി ചെയ്യാൻ പോകുന്നത്. ഇത്രയധികം ആൾക്കാർ നിൽക്കുമ്പോൾ ഇതിൽ ആരെയാണ് ഇൻവൈറ്റ് ചെയ്ത് ഓഡിയോ ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊക്കെയാണ് കയ്യിലിരിക്കും. നമ്മൾ വിചാരിക്കും സിനിമയുടെ അല്ലെ ബാക്കിലും മുന്നിലും പിന്നിലുമായിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുമ്പോൾ അതിലൊരാളായിട്ട് നിൽക്കുന്ന നമ്മളുടെ അതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ ഒരു വേദിയെ ധന്യമാക്കി തീർക്കുവാനായിട്ട് തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടർ ലാജോ സാറിനെ നിറഞ്ഞൊരു കൈയടിയോടുകൂടെ തന്നെ ഓഡിയോ ലോഞ്ചിങ് സെറമണിക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീകുമാർ വാലിൻസ് ഒന്ന് അടുത്തേക്ക് നിൽക്കാവും. നമ്മളുടെ പാട്ടാണ്, പാടിയ ആളാണ്. ഒന്ന് അടുത്തേക്ക് നിൽക്കാൻ, എല്ലാവരും ഒന്ന് അടുത്തേക്ക് ചേർന്ന് നിൽക്കാം. So ladies and gentlemen, moving to the very grand audio launching ceremony of Rachel to be here. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ ആക്ടേഴ്സും എല്ലാവരുമായി നിറഞ്ഞ ഒരു വേദിയിൽ റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ് സെറമണി ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. And thank you everyone for being here. വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് എല്ലാവരും ഇരിപ്പിടങ്ങളിലേക്ക് ലാൽജോ സാറ് മാത്രം ഒന്ന് സ്റ്റേജിൽ നിൽക്കണം. സാറിന് ഒരു ചെറിയ കടമോട് ഞങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൊ സാറ് മാത്രം ഒന്ന് വേദിയിൽ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു.
സാറിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യമൊന്നുമല്ല. നമ്മളുടെ സിനിമയിൽ ഒരു 5 പാട്ടുണ്ട്. അതിൽ 2 പാട്ട് നമ്മളിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സാറിന് ഏൽപ്പിക്കപ്പെട്ടുള്ള മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മളുടെ മീഡിയ സുഹൃത്തുക്കളോട് ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. നമ്മൾ പാട്ട് ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാവോ പ്ലീസ്? എല്ലാവരും, നമ്മൾ എൻ്റെ ടീം ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാം. എല്ലാവരും മൊബൈൽ ഫോൺസും അതുപോലെ തന്നെ ക്യാമറാസും ഒന്ന് ഓഫ് ചെയ്യാം. ദീർഘമായ ഒരു ബന്ധമുണ്ട്. എബ്രിഡ് ഷൈൻ എൻ്റെ ദീർഘകാല സുഹൃത്താണ്. അങ്ങനെ എബ്രിഡ് ഷൈൻ്റെ എല്ലാ സിനിമകളുടെ സെറ്റിലും പോവാറുണ്ട്. അങ്ങനെ ആനന്ദി ബാലയെ അന്ന് പോലെ അറിയാം. ഞങ്ങള് 5 പേരാണ്. ആനന്ദി ബാല എന്നാണ് ഇവളുടെ പേരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ സിനിമയുടെ പോസ്റ്ററിൽ ആനന്ദി ബാല എന്ന് കണ്ടപ്പോഴാണ് പേര് അതാണെന്ന് അറിയുന്നത്. അപ്പൊ നേരത്തെ അറിയുന്ന കുട്ടിയാണ്. ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറെ കാലങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഒരു സിനിമ അത് റിലീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഭാഗ്യത്തിന് അന്ന് ഒരു ഫങ്ഷൻസും ഉണ്ടായിരുന്നില്ല, പടത്തിന് പൂജ ഉണ്ടായില്ല, ഓഡിയോ റിലീസും ഉണ്ടായില്ല, പടം ഹിറ്റായതിനു ശേഷം ഒരു ആഘോഷവും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നില്ല. പിന്നെ 5 കൂടെ നിന്നിട്ട് ഇമോഷണൽ ആയപ്പോൾ എനിക്കത് മനസ്സിലാവും. ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സാധാരണ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പറയില്ല. കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരുപാട് വിഷ്വലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഇതെന്താണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാബുരാജ് പറഞ്ഞ പോലെ ഭരതേട്ടൻ്റെ പഴയ സിനിമകൾ, ഈ ചാട്ട, ലോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ അതിൻ്റെ ഒരു ആംബിയൻസ്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, പിന്നെ ഭരതേട്ടൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു രീതി, റേച്ചലായിട്ട് ഹണീനെ അവിടെ സെറ്റിൽ കാണുമ്പോൾ ഒക്കെ അല്ലാതെ കണ്ടിട്ടുള്ള ഒരു ഹണി ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇത്രയും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് ആണുങ്ങൾക്കേ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പുരുഷനായിരിക്കും പ്രസന്റ് ചെയ്യാന്നാണ്. പക്ഷെ ഒരു പെൺകുട്ടി അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ബാബുരാജ്, വിനയ് തട്ടിൽ ഒക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. ബാബുവൊക്കെ നമ്മുടെ പഴയ ഗടികളാണ്. ആദ്യം അതെ, മറവത്തൂർ കനവിൽ തൊട്ടിട്ട് കുറേ സിനിമകളിൽ എൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ വളരെ മെച്ചോർഡായിട്ടുള്ളൊരു ബാബുരാജിനെ ഞാൻ കണ്ടിരുന്നു. ഈ സിനിമ ലേറ്റായി എന്ന് എല്ലാവരും കൂടെ ഒന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ്. ലേറ്റ് ആവാത്തൊന്നും ഓഡിയൻസിന്റെ പ്രശ്നമല്ല. എന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തു എന്നുള്ളതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് തിയേറ്ററിൽ വരുന്ന ദിവസമാണ് ഈ സിനിമ. അപ്പൊ അത് വരികയാണ്. ഇത് എത്ര കൊല്ലം നിങ്ങൾ ഷൂട്ട് ചെയ്തു, എത്ര കാലം ഇത് ഇറങ്ങാതിരുന്നു എന്നുള്ളതൊന്നൊരു മറ്റ് പ്രേക്ഷകൻ അറിയേണ്ട വിഷയമല്ല. പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം. അത് എന്തിന് ഒരു ഫാമിലി തിയേറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 1000, 1250, 1500 രൂപ ഇന്ന് ചെലവുണ്ട്. അപ്പൊ അവരെന്തിന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഈ സിനിമ എന്തായാലും കാണാൻ ആൾക്കാർ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പല സിനിമകൾക്കും 10 ടിക്കറ്റ് പോലും ഇല്ല, തികയാത്തോണ്ട് ഷോ ക്യാൻസൽ ആവുന്ന ഒരു സമയം. പക്ഷെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. വന്ന് കണ്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് എനിക്ക് അഭിമാനം അഞ്ജുവിന്റെ കാര്യത്തിലുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി അവരുടെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സിനിമയല്ല, ഒരു കഥയല്ല സെലക്ട് ചെയ്തത്. അത് അതിൻ്റെ എല്ലാ ചൂരും ഉള്ള ഒരു സിനിമയാണ്. നല്ല ആ സ്ഥലത്തിൻ്റെയും ആ കഥാപാത്രങ്ങളുടെ ഒക്കെ ഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വേണ്ടി മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചുമതലയാണ്. ഒരു സിനിമ
ഫംഗ്ഷന് വരുമ്പോൾ അതിൻ്റെ ട്രെയിലർ, ടീസർ ഒക്കെ കാണുന്നു. നമ്മളതിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. ഈ സിനിമയെ സംബന്ധിച്ച് ലാലേട്ടൻ പറഞ്ഞ പോലെ കുറേ നാളായെന്ന് പലരും പറഞ്ഞു. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് വൈകാനായിട്ട് പല പല റീസൺസ് ഉണ്ടാവും. പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഇപ്പം പൈസ ഉണ്ടേ പോലും ഇറങ്ങണമെന്നില്ല, പൈസ ഇല്ലേ പോലും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡിലേ ആവും. അപ്പം അങ്ങനെ പല പല ചിലപ്പോൾ ഗ്രാഫിക്സിന്റെ വർക്കുകളായിരിക്കും, അല്ലെ പല പല റീസൺസ് അതുണ്ടായിരിക്കും. ഈ സിനിമയുടെ റീസൺസ് എന്തും ആയിക്കോട്ടെ, ഈ സിനിമയെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും യഥാർത്ഥ ഹീറോസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സാണ്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ബിസിനസ് സാധ്യതകളൊന്നും ഇല്ലാത്തൊരു സിനിമ എടുത്ത് റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ ഡിലേസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പം ആ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. സോ ബാദുഷയ്ക്കും രാജേട്ടനും ഷാഹിലിനും എല്ലാം അഭിനന്ദനങ്ങൾ. എൻ്റെ എല്ലാം സുഹൃത്തുക്കളാണ്. ബാദുഷ ഒരുപാട് നല്ല സിനിമകളിലെ കുറേ നടക്കുന്നുണ്ട്. വലിയ സിനിമകളിലെയും ചെറിയ സിനിമകളിലെയും എല്ലാം എന്താ പറയുക, ഒരു വളരെ നാളുകളായിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുമാണ്. പിന്നെ ഹണി റോസ് എനിക്ക് സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഫംഗ്ഷനിലും അല്ലാത്ത പരിപാടികളിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോഴും ചെറിയൊരു കുറ്റവാദം മാത്രം പടം ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വിനയേട്ടൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു. ട്രെയിലറിൽ ഞെട്ടിച്ചു. ട്രെയിലറിൽ മാത്രമല്ല, ഹണി റോസ് അല്ലാതെയും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് ഇനിയും പറയണമെന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഈ സിനിമ കാണാനായിട്ട് പ്രേക്ഷകർ എന്തുകൊണ്ടിട്ട് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഹണി റോസ് നായികയാകുന്ന അല്ലെങ്കിൽ നായകനാകുന്ന ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ശരിക്കും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ബാദുഷയുടെ ഭാര്യയും കൂടി പ്രൊഡ്യൂസറിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയ കാര്യമുണ്ട്. അടുപ്പുകല്ല് പോലെ 3 മിടുക്കികളായ പെണ്ണുങ്ങളാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. അവരിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആനന്ദിനി പാല ഈ കാണിച്ചതൊന്നും പ്രഹസനമല്ല. അവര് ഒരു പച്ച ആയ ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. ഞാൻ അവരെ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, 2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. ഈ സിനിമ ഞാൻ കണ്ടതാണ്. ഞാൻ ഈ സിനിമ എൻ്റെ സ്റ്റുഡിയോയിൽ, എൻ്റെ ഓഫീസിൽ കാണാൻ എബ്രിഡ് ഷൈൻ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത്, ഇതിൻ്റെ ഓഡിയോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരു പെൺകുട്ടി പുറത്ത് റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ വർത്താനം പറയുമ്പോൾ ഈ ക്യാമറയിലൂടെ എനിക്ക് കാണാം ഒരു പെൺകുട്ടിയോടെ പുറത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ചേട്ടാ ഇതിന്റെ ഡയറക്ടർ പുറത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അവരെ ആദ്യം വിളിക്കൂ, അവരല്ലേ ആദ്യം പറയണം. അങ്ങനെ അന്ന് ഞാൻ ഈ കുട്ടിയെ അവിടെ വെച്ച് കണ്ടതാണ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 2ാമത്തെ അടുപ്പുകല്ല് എന്ന് പറഞ്ഞത് ഇപ്പൊ എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരൻ, അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു. വളരെ പുള്ളി എപ്പോഴും തമാശ നർമ്മം പറയുന്നുണ്ട്, ഇന്നത് ഏറ്റില്ല. പുള്ളി പറഞ്ഞു പോയത് ഹണി റോസ് നായികയാകുന്ന, പിന്നെ പുള്ളി ആഡ് ചെയ്തു നായകനാകുന്ന. ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഇതിനകത്തെ നായകനാണ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും നാളും കണ്ട ഹണി റോസിന്റെ ഒരു സിനിമയല്ല ഈ സിനിമ. അത് കഴിഞ്ഞ ഒരു 2 പ്രാവശ്യം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഈ പറഞ്ഞ പോലെ വേറെ ചില കാരണങ്ങളായി. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനിമ. പിന്നെ ബാദുഷായ്ക്ക് പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെ അനുഭവയോഗമാണ്. ഇതിനു മുമ്പ് ആരോ പറഞ്ഞു, അത് പറഞ്ഞത് നമ്മുടെ സഹോദരനാണ്. 40% 10% കയ്യിലിരിപ്പും 60% ഭാഗ്യം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത് 100% ഭാഗ്യമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ സിനിമ എടുക്കും. പക്ഷെ ഈ സിനിമയിൽ ഞാൻ പറയുന്നത് കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും, സ്ത്രീ സമത്വം പൊക്കിപ്പിടിക്കുന്ന എല്ലാ സ്ത്രീകളും പോയി ഈ സിനിമ 150 രൂപ എടുത്ത് കാണണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഇറക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് ദയവായി ഈ സിനിമ പോയി കാണുക. ഇനി 3ാമത്തെ കല്ല് എന്ന് പറയുന്നത് മഞ്ജുഷയാണ്. പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റാണ്. എപ്പോഴും ബാദുഷയോടൊപ്പം ചേർന്ന് ഇഴചേർന്ന് നിൽക്കുന്നവരാണ്. അവർക്ക് സിനിമയെ കുറിച്ച് അറിയാമോന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് പറയേണ്ടത് 3 അടുപ്പുകളിൽ പോലെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാരാണ്. ഈ 3 പേരെ എനിക്കറിയാം. എനിക്ക് ഭയങ്കര സന്തോഷം.
കുറച്ച് പൈസ കോട്ടയത്തേക്ക് ഇനിയും തിരിച്ചു വരും. കാരണം അതിൽ ഒരു പ്രൊഡ്യൂസർ കോട്ടയക്കാരനാണ്. പിന്നെ ഷാഹുൽ ഹമീദ് പുള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, പുള്ളിയുടെ കയ്യിൽ കണ്ടമാനം കാശുണ്ട്. അതാണ് ബാദുഷയുടെ ഐശ്വര്യം. അതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ബാദുഷയ്ക്കും പ്രൊഡ്യൂസർമാർക്കും ഉണ്ടാകട്ടെ. ഈ സിനിമ ഡിസംബർ 6 ആരോ പറഞ്ഞതുപോലെ കടിച്ചു തെറിച്ച് പോത്തിനെ വെട്ടുന്ന സമയത്ത് തന്നെ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം. സാധാരണഗതിയിൽ ഒരു സിനിമ തുടങ്ങാൻ, ഞാൻ സിനിമ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ആദ്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു കഥ പ്ലാൻ ചെയ്യും. എന്നിട്ട് ആ കഥയിൽ കഥാപാത്രങ്ങൾക്ക് സാധാരണ ഇതിൽ രൂപപ്പെട്ടു വരികയാണ്. ഒരു പൂർണ്ണമായിട്ടൊരു കഥാപാത്രം അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വന്നിട്ട് ഞാൻ ആക്ച്വലി സിനിമ ചെയ്തിട്ടില്ല. അത് രൂപപ്പെടുത്തിയാണ് സിനിമ ഉണ്ടാകുന്നത്. എൻ്റെ കേസിൽ ഞാൻ സിനിമ ചെയ്യുമ്പോൾ. പക്ഷേ റേച്ചൽ എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. ഒരു സിനിമ, ഒരു കഥ എനിക്ക് വായിക്കാനായിട്ട് കിട്ടുന്നു. ആനന്ദിനി തരുന്നു. അതിൻ്റെ കഥാകൃത്ത് രാഹുൽ മണപ്പാട്ട് എന്ന് പറയുന്ന കഥാകൃത്താണ്. വലിയൊരു കഥാമത്സരത്തിൽ, മാതൃഭൂമിയുടെ ഒരു കഥാമത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ഒരു കഥ. ആ കഥയുടെ ആദ്യത്തെ പാരഗ്രാഫ്, 2 പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ ഇതിലൊരു സിനിമയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇത്രയും തീക്ഷ്ണമായി ഒരാൾ എഴുതുക, ഒരാൾ അതിൽ തീ കോരിയിടുന്നത് പോലെ എഴുതിയിരിക്കുന്ന ഒരു ലിറ്ററേച്ചർ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു ഭയങ്കര സിനിമ ഉണ്ടല്ലോ എന്ന് തോന്നി. ഇവർ സെലക്ട് ചെയ്ത കഥ, ആനന്ദിനെ സെലക്ട് ചെയ്ത കഥ ഒരു ഫയർ ഉണ്ടല്ലോ എന്ന് തോന്നി. അവിടെ നിന്നാണ് ഒരു സിനിമ രൂപപ്പെടുത്തു വരുന്നത്. പിന്നെ ഈ കഥ ചെയ്യണമല്ലോ. ആ സിനിമയിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് അതിനകത്ത് ഉഗ്രൻ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇമോഷൻസ് ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, ഓത്തുജോയി ഉണ്ടായിരുന്നു, റേച്ചൽ ഉണ്ടായിരുന്നു, നിക്കോളസ് ഉണ്ടായിരുന്നു, ജോഷു ഉണ്ടായിരുന്നു, തെരേസ ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങളുണ്ട്, ജീവനുള്ള കഥാപാത്രങ്ങൾ. ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ ഇനി സിനിമയാക്കുക മാത്രമേ വേണ്ടൂ. ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ അത് പലതരം ലേയേഴ്സ് ഉള്ള സിനിമയാണ്. അതിനകത്തൊരു കൊമേഴ്സ്യൽ എലമെന്റ്, അതിനകത്തൊരു കൈയടിക്കാനുള്ള ഒരു എലമെന്റ്, അതിനകത്ത് തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള ഒരു എലമെന്റ് ഉണ്ടെന്ന് ആ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. പിന്നീട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഇവരോട് ചർച്ച ചെയ്തത്. തീർച്ചയായും ഒരു സിനിമയുടെ കഥ സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനൊരു നിർമ്മാതാവ് വരണം, ആക്ട്രസ് വരണം. ഹണി റോസിനോട് കഥ പറഞ്ഞു, ആനന്ദിനി കഥ പറഞ്ഞ ശേഷം ഹണി റോസിന്റെ റെസ്പോൺസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നോട് ഹണി പറഞ്ഞ, സാർ ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ല എങ്കിൽ ഈ സിനിമ നടക്കണം, ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസറിനെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹണിയോട് പറഞ്ഞത്, ഇത് പ്രൊഡ്യൂസർ വരും, ഹണി തന്നെ ആയിരിക്കും നായിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് ആ സിനിമയുടെ തുടക്കം തൊട്ട് ഇത് ഇവോൾവ് ചെയ്തൊരു സിനിമ ഫോമായി വരികയാണ്. ഈ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ ഒക്കെ ഒരുമിച്ച് കൂടി ഈ സിനിമ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും അതിലൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, ഒരു തരിപ്പുണ്ടായിരുന്നു. അത് ആനന്ദിനിയുടെ ഭാഗ്യമാണ്. അത് തീർച്ചയായും ഹണി റോസിന്റെ ഭാഗ്യമാണ് ഈ സിനിമ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് നന്ദി പറയേണ്ടത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ അവകാശി എന്ന് പറയുന്നത് രാഹുൽ മണപ്പാട്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അവരിന്ന് വരാൻ പറ്റിയിട്ടില്ല. ഡിഗ്രി PGക്ക് പഠിക്കുമ്പോൾ ഒരു 20 വയസ്സുകാരൻ 21 വയസ്സുകാരൻ എഴുതിയ ഒരു കഥയുടെ തീക്കനലിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഒരു സത്യസന്ധതയുണ്ട്. രാഹുൽ മണപ്പാട്ടിനോട് ജസ്റ്റിസ് കാണിക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സിനിമ കാണുന്നവർക്ക് ആ സന്തോഷം തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാദുഷ ഈ സിനിമ ഇടയ്ക്കൊന്ന് സ്റ്റക്കായപ്പോൾ, ഇതുപോലെ റിലീസിന് വൈകിയപ്പോൾ ഞാൻ ബാദുഷയോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റൊരു ഇൻവെസ്റ്ററെ എടുത്തെന്ന മറ്റൊരാൾ വഴി റിലീസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ബാദുഷ ഈ സിനിമ വിട്ടിട്ടില്ല. സാധാരണ ഇതിലൊരു മനുഷ്യൻ എന്ത് വിചാരിക്കണം, എന്നാൽ ഈ സിനിമ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കട്ടെ. ബാദുഷ ഈ സിനിമ വിട്ടിട്ടില്ല.
ഹലോ. ബാദുഷ ഈ സിനിമ വിടാതെ അദ്ദേഹം തന്നെ ഇത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൊണ്ടാണ്. അദ്ദേഹത്തിന് ആ പണം തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഹണി റോസ് ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ മറ്റൊരു സിനിമയ്ക്ക് ഹണിയെ വിളിച്ചിരുന്നു, പക്ഷെ ഹണി വന്നില്ല. അപ്പോൾ ഹണിക്ക് എത്രമാത്രം പ്രതീക്ഷയായിരിക്കും ഈ സിനിമയ്ക്ക് ഉണ്ടാവുക? ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുണ്ട്, ഒരു സത്യസന്ധതയുണ്ട്, ഒരു സോളുണ്ട് ഈ സിനിമയ്ക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സിനിമ നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമയോട് ആദ്യം ഇതുപോലെ നന്ദി പറയേണ്ട ഒരാൾ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ശ്രീ സ്വരൂപാണ്. സ്വരൂപ് ഒന്ന് വരുമോ? ഞാനത് പ്രസന്റ് ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യമധ്യാന്തം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നി സ്വരൂപിന് സ്വരൂപിന് എന്തെങ്കിലും പറയാനുണ്ടാവും തോന്നി. രാധാകൃഷ്ണൻ ഇതുപോലൊരു ടെക്നീഷ്യൻ ഒന്ന് വരുമോ? സൗണ്ട് ചെയ്ത ശങ്കർ, ഇതുപോലെ ടെക്നീഷ്യൻസിന്റെ ബാക്കപ്പ് ആനന്ദിനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ സിനിമ കണ്ടപ്പോൾ, ഡോൺ വന്ന സിനിമ കണ്ട ശേഷം ഡോൺ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ സിനിമ അതിന്റെ ട്രെയിലർ കട്ട് ചെയ്തത്. ഡോൺ ഒന്നുകൂടെ വരുമോ? മ്യൂസിക് ചെയ്തത് ഇഷാനാണ്. ഇഷാൻ US-ലാണ്. ഇഷാൻ ഇവിടെ ഇങ്ങനെ കുറെ ബാക്കപ്പുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെയാണ് ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ, ഇവർ സംസാരിക്കേണ്ട ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് രാധാകൃഷ്ണൻ പോലെ ഒരാള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് മിക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇവരൊക്കെയാണ് സിനിമയെ കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിലൊരു എന്താ പറയണമെന്ന് അറിയത്തില്ല, ഇതൊരു പ്രത്യേകതയുള്ളൊരു സിനിമയാണ്. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ റോസിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായ കണക്റ്റായ സിനിമകളിലൊന്നാണ്. എല്ലാവരും 100% കൊടുക്കുക, ഒരു സിനിമയിലേക്ക് ഇൻപുട്ട് ഇടുക എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റും ഒന്നൊന്നെടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ പെർഫോമൻസ് 100%ലായിരുന്നു. ഞാൻ ബാബുച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത്. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അഞ്ജു ഡൺ എ ബ്രില്യൻ ജോബ്. ഞാൻ എപ്പോഴും എനിക്ക് ആദ്യത്തെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും പ്രതീക്ഷകൾ കൂടുതലാണ്. എപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആദ്യത്തെ ഡയറക്ടേഴ്സിൻ്റെ എല്ലാ സിനിമയും പലപ്പോഴും ദേ കം വിത്ത് ലോട്ട് ഓഫ് ഡ്രീംസ്. ആ സ്വപ്നങ്ങൾ മുഴുവൻ, ആ സിനിമയിൽ കണ്ട പാഷൻ മുഴുവനും അതിലേക്ക് 100% കൊടുത്തിട്ടായിരിക്കും ആ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വൻ വിജയമായി മാറുമെന്ന് ഞാൻ 100% പ്രതീക്ഷിക്കുന്നു. അതെല്ലാ പ്രാർത്ഥനകളും. ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് മീ ഇൻ ദിസ് ടീം ആക്ച്വലി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സത്യസന്ധമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ശ്രീ രാധാകൃഷ്ണൻ. ഒരു സിനിമ നമ്മൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മിക്സ് ചെയ്യാൻ കൊടുത്താൽ അദ്ദേഹമാണ് ആ സിനിമ ചെയ്യേണ്ടത്, മിക്സ് ചെയ്യേണ്ടത്. അദ്ദേഹം പക്ഷേ സിനിമ വർക്കായില്ലെങ്കിൽ എനിക്ക് വർക്കായില്ല, അവിടെ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സത്യസന്ധമായിട്ട് അദ്ദേഹത്തിനോട് വളരെ അടുപ്പമുള്ള ഡയറക്ടേഴ്സിനോട് ഇത് കുഴപ്പമാണെന്ന് പറയുന്നൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഡോൺ സിനിമ കണ്ടത്, ഈ അടുത്തിടെയാണ് ഡോൺ കണ്ടത്. അപ്പൊ ഡോൺ ഈ സിനിമയുടെ യാതൊരു ചരിത്രവും അറിയില്ല. ഡോൺ സിനിമ കണ്ടിട്ട് സിനിമ ട്രെയിലർ എഡിറ്റ് ചെയ്തു. ഡോൺ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഷൈൻ ചേട്ടൻ ആക്ച്വലി ട്രെയിലറിന് വേണ്ടി ഫുട്ടേജ് തരുന്നു, ഞാൻ മൂവി കാണുന്നു, അനന്തിനെ വരുന്നു. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു ഫിലിം എക്സ്പെക്ട് ചെയ്തില്ല, പ്രത്യേകിച്ചൊരു ഫീമെയിൽ ഡയറക്ടർ. കാരണം ഇതൊരു ഭയങ്കര ഇമോഷണൽ കണ്ടന്റ് ഓറിയന്റഡ് ഫിലിമാണ്. ഇതിനകത്തൊരു ഡ്രാമയുണ്ട്, ക്രൈമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈച്ചാൻ്റെ ഇപ്പം ബാബുരാജേട്ടനെ നമ്മൾ ഇതേവരെ കാണാത്ത ഒരു ബാബുരാജേട്ടനെയും ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാവരും ഈ ഓരോ സിംഗിൾ ക്യാരക്ടേഴ്സ് വരെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ എല്ലാവരും മിസ് ചെയ്യും, OTT-യിൽ വരുമ്പോൾ കാണാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഇതിന്റെ എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അതുകൊണ്ട് ദയവ് ഇതെല്ലാം തിയേറ്ററിൽ തന്നെ കണ്ട് ഈ മൂവിയെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. സൗണ്ട്
സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ആളെ ചിലപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചടങ്ങുകൾ ഫംഗ്ഷനിലൊന്നും മുന്നിൽ നിന്ന് അവർ സംസാരിക്കാറില്ല. പക്ഷെ ഒരു സിനിമയുടെ സൗണ്ടിന് അത് കാഴ്ചയും കേൾവിയും കൂടെ ചേരുമ്പോഴാണല്ലോ സിനിമ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന തിയേറ്ററിൽ. ഓരോ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു 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 സൗണ്ട് ഡിസൈനറാണ് ശങ്കർ, അവാർഡ് വിന്നറാണ്. ശങ്കറിൻ്റെ ഒരു 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 പോസിറ്റിവിറ്റി ഉണ്ട് ഒരു സിനിമയ്ക്ക് ശങ്കർ തരുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഈ സിനിമയെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിളിച്ചത്. ശങ്കറിനും കൂടെ എന്താ പറയാനുള്ളത് നോക്കാം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന സിനിമ. സൗണ്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. നമ്മൾ സാധാരണ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ആനന്ദിനിയും സ്വരൂപം ആണ്. അത് ആക്ച്വലി ഒരു 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 ക്യാമറമാനാണ് ഒരു ഡയറക്ടർ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആത്മാവ് കൊടുക്കേണ്ടത്. വിഷ്വലി ഫൈറ്റ് ചെയ്ത് സ്വരൂപം വിഷ്വൽസ് ഉണ്ടാക്കുന്നത്, സിനിമയുടെ വിഷ്വൽസ് ഉണ്ടാക്കുന്നത് ഞാനത് കണ്ട് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കവിടെ സ്വരൂപിനും ഒരു വിഷ്വൽസ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി 2 വാക്ക് സംസാരിക്കണമെന്ന് പ്രതീക്ഷിച്ചില്ല. ആനന്ദിനി ബാല എന്നോട് ആദ്യമേ പറഞ്ഞത് എല്ലാ ഫ്രെയിമുകളും ഒരു പെയിന്റിങ് പോലെ ഇരിക്കണമെന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു വേറെ ആവാൻ ഞാനില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവരെന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഞാൻ ആസ്വദിച്ചു, പണിയെടുത്തു. എല്ലാവരെയും പോലെ തന്നെ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ സൗണ്ട് ഇല്ലാണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് റീഡിങ് ടൈമിലൊക്കെ. പക്ഷെ അത് ബോറടിക്കണല്ല, നമ്മളിത് എൻഗേജ്ഡ് ആണ് ആ സിനിമ. ഒരു കോർത്തിണക്കി ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് കണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഇവരോടൊക്കെ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ലാലുവേട്ടനെ ഞാൻ ഒരു പരസ്യം ഞങ്ങൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതുള്ളൂ. എനിക്ക് മൈക്ക് കൈകെട്ടി കഴിഞ്ഞാൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഈ മൈക്ക് കൈകെട്ടി കഴിഞ്ഞാൽ പണിയാ. ഒരു ക്യാമറ ആയിരുന്നത് കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു. ഇതൊരു ശ്രീ ജോബി സാർ പറഞ്ഞ പോലെ ഒരു സ്ത്രീ സംവിധാനം ചെയ്ത, ഒരു സ്ത്രീ ലീഡ് റോളിൽ അഭിനയിച്ച, അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ആയിട്ട് ഇതിനെ ആരും കണ്ടിട്ടില്ല അല്ലേ? ഈ സിനിമ ഇതൊരു സിനിമാറ്റിക് സിനിമയാണ്. അതൊരു ഫിലിം മേക്കർ, ആനന്ദിനി ബാല എന്നുള്ള ഫിലിം മേക്കറിന്റെ, ഹണി റോസ് എന്ന ആക്ടറിന്റെ ഒരു സിനിമ. അതിന് മഞ്ജു എന്ന് പറയുന്ന പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഒരു സിനിമയായിട്ട് യാതൊരുവിധ പരിഗണനയും ഇവർക്ക് കൊടുക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അത്തരത്തിൽ സിനിമയായിട്ട് തന്നെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടിട്ട് ആളുകൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയട്ടെ, വിമർശിക്കട്ടെ അല്ലേ? ആ സത്യസന്ധമായ സിനിമയ്ക്ക് എപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതിന്റെ വിജയപരാജയങ്ങൾക്ക് ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. നമ്മൾ അധികം പറയുമ്പോൾ ഇതുപോലെ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ സിനിമയെ കുറിച്ച് തള്ളി എന്ന് പറയും. പക്ഷേ അങ്ങനെ തള്ളിയതല്ല, സിനിമയെ കുറിച്ച് സത്യസന്ധമായി തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ബാദുഷ ബാദുക്ക് സ്റ്റേജിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ബാദുഷ പറയാനുള്ളത് പറഞ്ഞു. ബാദുഷ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. ബാദുഷ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ വർഷങ്ങളുടെ പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കാം ബാദുഷയ്ക്ക് സിനിമയ്ക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് ബാദുഷ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ബാദുഷ കൊടുക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ആനന്ദിനെ പോലെ ഒരു ഫീമെയിൽ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണത് എന്ന് ബാദുഷ ചോദിച്ചതായിട്ട് ഞാൻ, ലൈറ്റ് വേണം, സ്വരൂപക്കും വലിയ ലൈറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ബാദുഷ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഷൂട്ടിന് യാതൊരു ബുദ്ധിമുട്ടും ബാദുഷ വരുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾ എന്താണ് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഒരു ഡയറക്ടറെ മാനിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് ചെയ്യുന്നത്. ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ. പ്രൊഡക്ഷൻ മാനേജറിൽ നിന്ന് തുടങ്ങി, ആദ്യം പ്രൊഡ്യൂസറായിട്ട് ചെറിയ രീതിയിൽ വന്നു, പിന്നെ പ്രൊഡക്ഷൻ മാനേജറിൽ തുടങ്ങി പ്രൊഡക്ഷൻ കൺട്രോളറായി, അവിടെ നിന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി, ലൈൻ പ്രൊഡ്യൂസറായി, പിന്നെ പ്രൊഡ്യൂസറായി. അപ്പോൾ ഇത്രയും നാളായിട്ട് നിൽക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടെക്നീഷ്യൻ എന്ത് വേണം എന്നുള്ളത് അവർ പറയുമ്പോൾ അതിൻ്റെ അത്യാവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും.
ഞാൻ ആദ്യമേ തന്നെ ഇവരോടൊക്കെ പറയുമായിരുന്നു ആവശ്യമുള്ളത് എന്നോട് ചോദിക്കാൻ പാടുള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ ഇവർ ചോദിച്ചുള്ളൂ. അങ്ങനെ സ്വരൂപിന് ബലൂൺ ലൈറ്റ് മാത്രം കൊടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഒന്നും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം വേദിയിൽ എല്ലാവരും തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ തന്നെ ഒരിക്കൽ കൂടി ആനന്ദിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് മഞ്ജു ബാദു